എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഉരുളക്കിഴങ്ങ് വെച്ചിട്ട് നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു 4 മണി പലഹാരമാണ്. നമ്മളിവിടെ ഉരുളക്കിഴങ്ങൊക്കെ വെന്ത് അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട്. നമ്മൾ മുഴുവൻ ഉരുളക്കിഴങ്ങായിട്ട് തന്നെ എടുത്ത് അത് കുക്കറിലാണ് നമ്മൾ വെന്തെടുത്തത്. എന്നിട്ട് നമ്മളിനി ഒരു ചീനച്ചട്ടി വെച്ചിട്ടുണ്ട്. ചീനച്ചട്ടിയിൽ 1 ടേബിൾ സ്പൂണ് എണ്ണ ഒഴിച്ചിട്ടുണ്ട്. നമ്മൾ ഇതിൻ്റെ അകത്ത് കുറച്ച് സാധനങ്ങളൊക്കെ ചേർക്കാനുണ്ട്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് കടുക് പൊട്ടിക്കാം. അപ്പോൾ കടുക് ഇട്ടു. അതിന് ശേഷം നമുക്ക് ഒരു 1/4 ടീസ്പൂണ് ജീരകമാണ് ഇടുന്നത്. അപ്പോൾ അത് ഇട്ടു. അതിന് ശേഷം നമ്മൾ മല്ലി എടുത്ത് വെച്ചിട്ടുണ്ട്, മുഴുവനായിട്ടുള്ള മല്ലി. അപ്പോൾ ആ മല്ലി എടുത്തിട്ടുണ്ട്. നമ്മൾ ഈ എണ്ണയുടെ തീ നിർത്തുവാണ്, കാരണം നമ്മുടെ എണ്ണ വളരെ നന്നായിട്ട് ചൂടായിട്ടിരിക്കുകയാണ്. അപ്പം മല്ലി ഇട്ട് കൊടുത്തു. മല്ലിപ്പൊടിയല്ല കേട്ടോ, മല്ലിയായിട്ട് തന്നെയാണ്. ഇനി നമുക്ക് പച്ചമുളകുണ്ട്, അതിട്ട് കൊടുക്കാം. പച്ചമുളക് 2 എണ്ണം ചതച്ചതാണ്. ഇനി നമ്മുടെ വെളുത്തുള്ളി നമ്മൾ 3 അല്ലി ചതച്ചത്. അപ്പോൾ ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമ്മൾ 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഇത്രയും സാധനം ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് ഈ ഉരുളക്കിഴങ്ങ് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്നത് നന്നായിട്ടൊന്ന് ഉടച്ചിട്ട് കൈവച്ച് തന്നെ ഉടച്ചെടുക്കാം. കൈവച്ച് ഉടച്ചതിന് ശേഷം നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പം ഞാൻ ഇതൊന്ന് ഉടച്ചെടുക്കട്ടെ. അപ്പം നമ്മൾ ഉരുളക്കിഴങ്ങെല്ലാം ഉടച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് ആ ഉരുളക്കിഴങ്ങെല്ലാം തന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവേ. ഇനി നമ്മൾ കുറച്ച് മല്ലിയില അരിഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ അതും കൂടെ ചേർത്ത് കൊടുക്കുക. മല്ലിയില ഇതിന് ഇച്ചിരി കൂടുതൽ ഇടുമ്പോൾ ഉണ്ടല്ലോ ടേസ്റ്റ് നല്ലതായിട്ട് കിട്ടും. പിന്നെ മല്ലിയില ഒട്ടും ഇഷ്ടമില്ലാത്ത ആൾക്കാരാണെങ്കിൽ കുറച്ചിടുക, എന്നാലും ഇടുന്നതായിരിക്കും അതിന് ടേസ്റ്റ് കൂടുതൽ വരുന്നത്. അപ്പോൾ ഇനി നമുക്കിതൊന്ന് ഇളക്കാം. അപ്പോൾ ഇളക്കുന്നതിന് മുമ്പായിട്ട് തന്നെ നമുക്ക് കുറച്ച് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് വേണം നമുക്കിതൊന്ന് ഇളക്കി യോജിപ്പിക്കാനായിട്ട്. ഇത് വളരെ വേഗം നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്നതാണ്. നമ്മുടെ ഉരുളക്കിഴങ്ങ് ഒന്ന് വെന്ത് കഴിഞ്ഞാൽ നമുക്ക് കുക്കറിൻ്റെ അകത്ത് വെച്ച് കഴിഞ്ഞാൽ വളരെ വേഗം തന്നെ നമുക്ക് ഉരുളക്കിഴങ്ങ് വെന്തും കിട്ടും. അപ്പോൾ അങ്ങനെ എടുത്തു കഴിഞ്ഞാണല്ലോ വളരെ വേഗം തന്നെ നല്ല ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നൊരു 4 മണി പലഹാരമാണിത്. അപ്പം നമുക്ക് ഇതൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കട്ടെ. അപ്പോൾ നമ്മുടെ ഇതിൻ്റെ സംഭവം എല്ലാം സെറ്റായിട്ടുണ്ട്. ബേസിക്കായിട്ടുള്ള ഈ ഉരുളക്കിഴങ്ങിൻ്റെ മിക്സ് നമ്മൾ ഒരു പാത്രത്തിലേക്ക് എടുത്ത് വെക്കാം. അപ്പോൾ ഇതൊന്ന് നന്നായിട്ട് ആറിക്കൂടെ കിട്ടുവേ. ഒത്തിരി ആറണ്ട, ഒരു പകുതി സ്റ്റേജിൽ നമുക്ക് അതിൽ കൈ തൊടാവുന്നൊരു സ്റ്റേജ് വരെ ആക്കി ആറിയെടുക്കണം. അപ്പം നമുക്കിതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അപ്പം നമ്മൾ ഒരു പാത്രത്തിൽ 1 കപ്പ് കടലമാവ് എടുത്ത് വെച്ചിട്ടുണ്ട്. കടലമാവിന് നമ്മൾ ഒരു 1/4 ടീസ്പൂണ് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുക. ഇത് നമ്മൾ നമ്മുടെ ഉരുളക്കിഴങ്ങിനിട്ട ആ ഒരു ഉപ്പിൻ്റെ അനുസരിച്ചിട്ട് വേണം ഇതിൽ ചേർക്കാനായിട്ട്. അതിൻ്റെ കുറച്ച് മാത്രം മതി. അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് 1 നുള്ള് മഞ്ഞൾപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കാവേ. ഇനി നമുക്ക് ഇതെല്ലാം കൂടെ ഒന്ന് നന്നായിട്ട് ഇളക്കി എടുക്കാം. ഇളക്കിയതിന് ശേഷം നമ്മൾ കുറേശ്ശെ വെള്ളം ഒഴിച്ച് ഇതൊന്ന് കലക്കിയെടുക്കണം. സാധാ പച്ചവെള്ളം ഒഴിച്ച് തന്നെ കലക്കിയെടുക്കാം. കുറേശ്ശെ വെള്ളം ഒഴിച്ച് മാത്രം കടലമാവ് കലക്കിയെടുക്കാം. അല്ലെങ്കിൽ ഇത് വളരെ ഒന്നുകിൽ അങ്ങ് ലൂസായി പോകും, കട്ടിയായി പോകും. അങ്ങനെയൊക്കെ ആയിക്കഴിഞ്ഞാൽ നമ്മുടെ ഈ വട റെഡിയായി കിട്ടത്തില്ല അല്ലേ. അപ്പോൾ അത് കാരണം നമുക്ക് പെയ്യെ ഒന്ന് റെഡിയാക്കി എടുക്കണം. അപ്പോഴേ നമ്മുടെ മാവുണ്ടല്ലോ നന്നായിട്ട് ഇങ്ങനെ അങ്ങ് യോജിപ്പിച്ചെടുക്കണേ. നന്നായിട്ട് ഇങ്ങനെ നമ്മുടെ വിസ്കൊക്കെ ഇല്ലേ, വിസ്കൊക്കെ വെച്ചിട്ട് ഇങ്ങനെ ചെയ്യുവാണെങ്കിൽ കുറെ കൂടെ നല്ലതാണ്. നമ്മുടെ വിസ്ക് ഇല്ലാത്തതുകൊണ്ട് നമ്മൾ സാധാരണ സ്പൂൺ വെച്ച് ചെയ്യുന്നത്, ഫോർക്കാണേലും മതിയേ. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോഴല്ലോ ഇതിൻ്റെ അത് നന്നായിട്ട് എയർ കയറും. അപ്പോൾ അങ്ങനെ കയറുമ്പോഴാണ് ഇത് കുറെ കൂടെ നല്ല വട നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ബീറ്ററൊക്കെ ഉണ്ടെങ്കിൽ ബീറ്ററിൻ്റെ ആവശ്യമൊന്നുമില്ല, എന്നാൽ പോലും ഒന്ന് ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്തെടുത്താലും നല്ലതായിരിക്കും. അപ്പം നമുക്ക് ഇതിങ്ങനെ ഒന്ന് ആക്കിയെടുത്തിട്ട് ഇതുണ്ടല്ലോ ഒന്ന് ഇവിടെ അടച്ചു വെക്കാം. ആ സമയത്തിന് നമുക്കുണ്ടല്ലോ ഈ വടക്കുള്ള മാവില്ലേ,
ഈ ഇത് നമുക്ക് ഒന്ന് ചെറിയ ചെറിയ ബോളുകളാക്കി എടുക്കണം. അപ്പോൾ ആദ്യമേ കയ്യിൽ സ്വല്പം എണ്ണ പറ്റുക. നമ്മൾ വറക്കാനായിട്ട് ഏത് എണ്ണയാണ് എടുക്കുന്നത് ആ എണ്ണ തന്നെ ഉപയോഗിച്ചാൽ മതി. സ്വല്പം എണ്ണ മതി, ഒത്തിരി എണ്ണയല്ല. സ്വല്പം എണ്ണ കയ്യിലോട്ട് പുരട്ടിയതിന് ശേഷം ചെറിയ ബോളുകൾ, നമ്മൾ എത്രമാത്രം എണ്ണയാണോ എടുത്തിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ അകത്ത് വറന്ന് കിട്ടാൻ പറ്റുന്ന ഒരു വലുപ്പത്തിലുള്ള ബോളുകൾ ആക്കിയെടുക്കുക. ഈ ഒരു വലുപ്പത്തിലാണ് നമ്മൾ നമ്മുടെ ബോളാക്കിയത്. അപ്പോൾ ഓരോന്നും ഇതുപോലെ നമുക്ക് ആക്കി സെറ്റ് ചെയ്യും. അപ്പോൾ ആ സമയം കൊണ്ട് നമ്മൾ കലക്കി വെച്ചിരിക്കുന്ന നമ്മുടെ കടലമാവിൻ്റെ കൂട്ടില്ലേ അതൊന്നുകൂടെ റെഡിയാവും. അപ്പോൾ ചില ആൾക്കാരുണ്ടല്ലോ അതിൻ്റെ അകത്ത് നമ്മുടെ സോഡാപ്പൊടിയൊക്കെ ഇടും. അപ്പോൾ സോഡാപ്പൊടിയൊക്കെ എല്ലാവർക്കും ഒന്നും വയറ്റി പിടിക്കണമെന്നില്ല. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ സോഡാപ്പൊടി ഉപയോഗിക്കാത്തത്. അപ്പോൾ സോഡാപ്പൊടി ഇട്ട് വേണമെങ്കിൽ നമുക്ക് എടുക്കാവുന്നതാണ്. അപ്പം നമുക്കിതെല്ലാം ഓരോ ചെറിയ ബോളുകളാക്കി ഇതുപോലെ ചെറിയ ബോളുകളാക്കി എടുക്കാവേ. നമ്മുടെ ഇവിടെ നവരാത്രിയുടെ ഭയങ്കര ആഘോഷമൊക്കെ നടക്കുവാണ്. അപ്പോൾ അവർ പാട്ടൊന്നും നിർത്തിയ സമയത്ത് നമ്മൾ പെട്ടെന്ന് വന്നിട്ട് ഈ പരിപാടി ചെയ്യുന്നത്. അപ്പോൾ അത് കാരണം ഉണ്ടല്ലോ ഞാൻ വിചാരിച്ചു കുറച്ച് നമുക്ക് ഇപ്പം ഉണ്ടാക്കാം, അത് കഴിഞ്ഞിട്ട് ബാക്കി നമുക്ക് ഉണ്ടാക്കാം. അല്ലെങ്കിൽ അവർ പിന്നെ വന്ന് വിളിക്കുമ്പോൾ പിന്നെ നമ്മൾ ഓടിച്ചെല്ലണ്ടേ. അപ്പോൾ അത് കാരണം നമ്മളിപ്പോൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ബോൾ റെഡിയാക്കിയതിന് ശേഷം നമ്മൾ എണ്ണ ചൂടാക്കാനായിട്ട് വെച്ച്, അപ്പോൾ എണ്ണ ഒന്ന് റെഡി ആവട്ടെ. അതിനുശേഷം നമുക്ക് വേഗം തന്നെ നമുക്കിത് വറുത്തിങ്ങെടുക്കാവേ. അപ്പോൾ നമ്മുടെ എണ്ണയൊക്കെ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി നമ്മളിപ്പോൾ എടുത്തു വെച്ചിരിക്കുന്ന മാവിൻ്റെ അകത്തോട്ട് ഇത് ഓരോന്ന് മുക്കി നമുക്ക് വറുത്തെടുക്കാം. അപ്പോൾ ഒരു സ്പൂണും കൂടി ഇട്ടേക്കുക. എന്നിട്ട് ഇതങ്ങോട്ട് ഇട്ടതിന് ശേഷം ഈ മാവ് കോരി ഇതിൻ്റെ മേളിലേക്ക് ഇടുക. എണ്ണയുടെ ഈ സ്റ്റൗവിൻ്റെ ഒരു മീഡിയം ഫ്ലെയിമിൽ വെക്കുക. അതിന് ശേഷം ഈ സ്പൂൺ വെച്ച് തന്നെ ഉണ്ടല്ലോ നമുക്കിതിലേക്ക് അങ്ങ് കോരിയിടാം. അപ്പോൾ അതുപോലെ നമുക്ക് എല്ലാം ഒന്ന് കോരി ഇട്ടാവേ. ഈ എണ്ണയിൽ സ്പൂൺ വെച്ച് തന്നെ ഇടുന്നതാണ് നല്ലത്. അപ്പോൾ നമുക്ക് ഈ എണ്ണയൊക്കെ ചൂടെണ്ണയൊക്കെ ഇതിലൊക്കെ ഒന്ന് കോരി ഒഴിച്ച് ഇതിൻ്റെ റെഡിയാക്കി എടുക്കാം. തിരിച്ചും മറിച്ചും ഇട്ട് നമുക്കിത് പതിയെ തന്നെ ഒന്ന് റെഡിയാക്കി എടുക്കാം. അപ്പോൾ നമ്മുടെ എല്ലാ സംഭവം സെറ്റായിട്ടുണ്ട്. ഇതിൻ്റെ അകത്ത് നമ്മൾ അകത്ത് വെച്ചിരിക്കുന്ന ഫില്ലിങ് നന്നായിട്ട് വെന്തതാണ്. പിന്നെ ഈ പുറമേ ഉള്ള ഫില്ലിംഗ് ഇല്ലേ അപ്പോൾ അത് മാത്രമേ ഉള്ളൂ ഇച്ചിരി വേകാനായിട്ട്. അപ്പോൾ ഉണ്ടല്ലോ കൂടുതൽ എണ്ണ എടുക്കുവാണെങ്കിൽ ഈ ഇങ്ങനെ അടിക്ക് പിടിക്കത്തില്ല. ഇപ്പോൾ ഇത് നമ്മൾ ഒരു സ്വല്പം അടിക്ക് പിടിച്ചാൽ എന്നാന്ന് വെച്ചാൽ നമ്മുടെ എണ്ണയുടെ അളവ് കുറവായതുകൊണ്ടാണ്. അപ്പോൾ കൂടുതൽ എണ്ണയൊക്കെ എടുത്ത് ചെയ്യുവാണെങ്കിൽ അടിക്കൊന്നും പിടിക്കത്തുമില്ല. അപ്പോൾ നമുക്കിനി ബാക്കി ഇതുപോലെ തന്നെ എല്ലാം ഒന്ന് വറുത്ത് കോരി എടുക്കാം. അപ്പോൾ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കണം. 4 മണി പലഹാരം എന്നും ഒരേ രീതിയിൽ തന്നെ ആവാതെ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കിയാൽ. ഇതിൻ്റെ കൂടെ ഉണ്ടല്ലോ ഇവിടെ ഈ ബ്രെഡില്ലേ, ബ്രെഡ് വേണമെങ്കിൽ ബ്രെഡിൻ്റെ അകത്ത് വെച്ചിട്ട് വേണമെങ്കിൽ ഇത് നന്നായിട്ട് കഴിക്കാനായിട്ട് നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. അങ്ങനെ വേണമെങ്കിലും ചെയ്യാവേ. അപ്പോൾ അങ്ങനെ ഒന്ന് ചെയ്ത് നോക്കുക. ഈ ബ്രെഡിൻ്റെ അകത്ത് വെച്ചോ അല്ലാതെ ഇങ്ങനെ തന്നെ വേണമെങ്കിലും വെച്ചിട്ടും വേണമെങ്കിലും കഴിക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഉണ്ടല്ലോ ഇത് നല്ല അടിപൊളി ടേസ്റ്റാണ്. വളരെ വേഗം തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു 4 മണി പലഹാരമാണ്. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. പിന്നെ എന്താ ഇതുവരെ നമ്മുടെ വീഡിയോ ഒക്കെ കണ്ടിട്ട് നമ്മളെ ഇഷ്ടപ്പെട്ടിട്ട് പോലും നമ്മുടെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഓർക്കണേ. മാത്രമല്ല തൊട്ടടുത്തുള്ള ബെല്ലൈക്കണില്ലേ അതും കൂടെ ഒന്ന് ഓൺ ചെയ്യണേ. അപ്പം പിന്നെ നമ്മളിടുന്ന എല്ലാ വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ അപ്പം തന്നെ കിട്ടുന്നതായിരിക്കും. പിന്നെ ഇതുപോലുള്ള ചെറിയ ചെറിയ റെസിപ്പികളൊക്കെ ഇഷ്ടമുള്ള എല്ലാ കൂട്ടുകാർക്കും വീഡിയോസ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെന്താ ഇതുപോലെ കൊച്ചു റെസിപ്പികളുമൊക്കെ ആയിട്ട് നമ്മൾ നാളെ വരുന്നതായിരിക്കും പുതിയൊരു റെസിപ്പിയും പുതിയൊരു വീഡിയോയുമായിട്ട്. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ. I don't give a fuck what you say. Yeah, I'ma do shit my way. So you can go kick rocks, I'ma stack bricks up, build what I want to make. Yo, I got a lot of shit to say, so I'ma do this every day. I'll be writing things until I'm fucking buried in my grave.